എവിടെ തീയല? അതൊരു തീയൽ. ഓക്കെ, ഇതൊരു തീയൽ. ഞാൻ തീയൽ ഭയങ്കര വലിയ ഫാൻ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കുറച്ച് എടുക്കുന്നു, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അതെന്നൊരു അർജുൻ ഒരു കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് കൊണ്ടുവന്നു. ആരുടെ വീട്ടിൽ പടവലങ്ങ? ആരുടെയോ വീട്ടിൽ അവരുടെ വീട്ടിൽ ഫ്രഷ് വെജിറ്റബിൾസ് കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ വാങ്ങിച്ചിട്ട് വന്നത്. ആ പടവലങ്ങ, വെള്ളരിക്ക ആൻഡ് പാവയ്ക്ക. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മഷ്റൂം. ഒരു പാക്കറ്റ് മഷ്റൂം, പാക്കറ്റ് ബട്ടൺ മഷ്റൂം അല്ലേ? ഇത് അപ്പച്ചി ആക്കുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നു, ആദ്യം എനിക്ക് തോന്നുന്നു അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കുമല്ലേ എടുത്തിട്ട്. ഇത് എങ്ങനെ ആക്കുന്നത്? എണ്ണ കാണിച്ചോ, പറഞ്ഞോ. എണ്ണ ഒഴിക്കും, പിന്നീട് മഷ്റൂം ഇട്ട് പകുതി ഒന്ന് വേകുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിടും. അതിനുശേഷം പച്ചമുളകും ചെറിയ ഉള്ളിപ്പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ഈ തട്ടി അപ്പോഴേക്കും നിറയെ വെള്ളം വരും മഷ്റൂമിൻ്റെ. അതങ്ങ് വറ്റി തീരുമ്പോൾ കറക്റ്റായിരിക്കും. അത്രേ ഉള്ളൂ. ഇത് പണ്ട് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ ഗാർഡനിൽ പണ്ട് അധികപ്പറ്റ് പോലെ ചില മഷ്റൂം ചില മരത്തിൻ്റെയൊക്കെ സൈഡ് ഇങ്ങനെയൊക്കെ വന്നിരിക്കും. അപ്പോൾ ഒരു കള്ളച്ചെടി പോലെ വന്നിരിക്കുമായിരുന്നു, മെലിഞ്ഞ ബേബി മഷ്റൂം. പലത് പല ഷേപ്പ്. അപ്പോൾ അച്ഛൻ അത് പറിച്ചെടുത്തോണ്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ അത് പറിച്ചെടുത്ത് ആകെപ്പാട് 2-3 കാണുമായിരിക്കും. അത് ഈ രീതിയിലായിരുന്നു പണ്ട് ആക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അട്ടിയൊക്കെ ഉണ്ടാക്കിയൊക്കെ 1-2 കഷ്ടമൊക്കെ വെച്ചേക്കാം. അപ്പോൾ എനിക്ക് അന്നേ അതൊരു വീക്ക്നെസ് ആയത് എടുത്തു. ഞാൻ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാറുണ്ട്. ഇഷാനി ഒന്നും ഇല്ല. അശ്വിനല്ല, ഇഷാനിയുടെ കാര്യം. അശ്വിൻ മഷ്റൂം പയർ നോട്ടോ. പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാത്രത്തിൽ വെറുതെ എടുത്ത് വാരി അങ്ങനെയാണെങ്കിൽ പയർ